ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഒരു ക്ഷേത്രം ജനിക്കുന്നു. പ്രിയരെ, ദക്ഷയാഗം കഴിഞ്ഞു. യുഗങ്ങൾ പലത് കഴിഞ്ഞു. ഭൂമണ്ഡലത്തിൽ പല മാറ്റവും സംഭവിച്ചിരിക്കുന്നു. വരുണൻ അപഹരിച്ച കേരളഭൂമി ശ്രീ പരശുരാമൻ വീണ്ടെടുത്തു. ഗോകർണത്തു നിന്നും താൻ വീണ്ടെടുത്ത ഭൂമിയിൽ സഹ്യപർവ്വത പാർശ്വത്തിലൂടെ രേണുകാത്മജൻ നടക്കുകയായിരുന്നു. തെക്കോട്ട് പെട്ടെന്ന് യുഗനാഥനായ കലി പാഞ്ഞെടുത്ത് അദ്ദേഹത്തെ പിടികൂടാൻ ഒരുമ്പെട്ടു. അട്ടഹസിച്ചടുക്കുന്ന കലിയെ പരശുരാമൻ പിടിച്ചുകെട്ടി തലയിൽ പ്രഹരിച്ചു. പരശുരാമൻ കലിയെ കൊന്നുകളഞ്ഞേക്കുമോ എന്ന് ശങ്കിച്ച് ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷരായി. കലിയെ മോചിപ്പിക്കാൻ ത്രിമൂർത്തികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. താൻ വീണ്ടെടുത്ത കേരളക്കരയിൽ കലിബാധയുണ്ടാവില്ലെന്ന് ഉറപ്പു നൽകിയാൽ കലിയെ മോചിപ്പിക്കാമെന്നായി പരശുരാമൻ. ത്രിമൂർത്തികൾ ഒരു ഉപാധിയോടെ ആ ആവശ്യം അംഗീകരിച്ചു. ഈ ഭൂമിയിൽ എല്ലാ വർഷവും വൈശാഖ മഹോത്സവം നടത്തണമെന്നായിരുന്നു ഉപാധി. വിസ്തൃതമായ ദക്ഷയാഗം നടന്നതാണ് ഈ ഭൂമി. ഇവിടെ മഹേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നുണ്ട്. ത്രിമൂർത്തികൾ കൂടിച്ചേർന്നതുകൊണ്ട് കൂടിയൂർ എന്ന് ഈ പുണ്യഭൂമി അറിയപ്പെടും. 33 കോടി ദേവകളുടെയും സാന്നിധ്യം ഇവിടെയുണ്ടാകും. ഭാർഗവരാമൻ വ്യവസ്ഥ അംഗീകരിച്ചു. ഉത്സവം നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. സ്വയംഭൂവിൽ പൂജ ചെയ്യാൻ വേണ്ട തന്ത്രവിധികൾ ആവിഷ്കരിച്ചു. തന്ത്രിയായി കദളൻ എന്ന ശ്രേഷ്ഠ ബ്രാഹ്മണനെ നിയോഗിച്ചു. കാര്യങ്ങൾ ഈശ്വരേച്ഛ പോലെ നടന്നു. ഒരു മഹാക്ഷേത്രം ജനിക്കുകയായി. കൂടിയൂർ ക്രമേണ കൊട്ടിയൂർ എന്നറിയപ്പെട്ടു. ചൈതന്യധന്യമായ മഹത് സാന്നിധ്യം ശ്രീ കൊട്ടിയൂർ. കൊട്ടിയൂരിന്റെ മഹത്വം മനസ്സിലാക്കി ത്രിശിരസ് ഈ ദിവ്യഭൂമി തന്റെ തപോവനമാക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹം ഈ ഭൂമിയിൽ ദീർഘതപസ് അനുഷ്ഠിച്ചു. ത്രിശിരസിന്റെ തപോഭൂമിയായതിനാൽ കൊട്ടിയൂരിന് മറ്റൊരു നാമം കൂടി സിദ്ധിച്ചു, തൃച്ചെറുമന്ന. ശ്രീ കൊട്ടിയൂരിന്റെ ധന്യതയും കേരളത്തിന്റെ ഐശ്വര്യവും പരശുരാമ വിദ്വേഷിയായ വിശ്വാമിത്രനെ ചൊടിപ്പിച്ചു. അദ്ദേഹം വൈശാഖ മഹോത്സവം മുടക്കാൻ തന്നെ തീരുമാനിച്ചു. അതിന് ദുർവാസാവിന്റെ സഹായം തേടി. ദുർവാസാവ് ഉടൻ കേരളത്തിലേക്ക് തിരിച്ചു. സപ്തശൈലത്തിലെത്തിയപ്പോൾ മാലി എന്ന അതിസുന്ദരിയായ ബൗദ്ധ വനിതയിൽ അദ്ദേഹം ആകൃഷ്ടനായി. അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൾക്കാകട്ടെ ഒരു വ്യവസ്ഥയെ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ജനിക്കുന്ന മകന് രാജാധികാരം നൽകണം. ദുർവാസാവ് അത് അംഗീകരിച്ചു. മാലിപുത്രനായ ബൗദ്ധൻ കേരളം അടക്കിവാണു. ആചാരങ്ങൾ ദുഷിച്ചു. ബൗദ്ധഭരണത്തിൽ വൈശാഖ മഹോത്സവം നിർത്തലാക്കപ്പെട്ടു. കൊട്ടിയൂർ വീണ്ടും വിസ്മൃതിയിൽ മാഞ്ഞു. ആ വനഭൂമിയിൽ നിന്നാണ് കുറിച്ച യുവാവ് ഭഗവത് സ്വയംഭൂ കണ്ടെത്തിയത്. വീണ്ടും കൊട്ടിയൂർ ചൈതന്യ കേദാരമായി തീർന്നു. കൊട്ടിയൂരിലെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പിലാൻ എന്ന കുറിച്ച യുവാവിന്റെ പിന്തുടർച്ചക്കാർക്ക് കൈവന്നിട്ടുള്ള നിർണായകമായ അവകാശം ഇന്നും തുടരുന്നു. ഇക്കരെ കൊട്ടിയൂരിലെ ജന്മശാന്തിയായ പടിഞ്ഞാറ്റ തിരുമേനിക്കും ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില പ്രധാന ചടങ്ങുകൾ നിർവഹിക്കാനായി. പഴയ കഥയിലെ 5 നായർ ഭവനങ്ങളിലെ കരിമ്പനക്കൽ ഭവനം കാലാന്തരത്തിൽ ചാത്തോത്ത് ഭവനത്തിൽ ലയിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിലുള്ള 4 നായർ തറവാടുകളിലെ കാരണവന്മാരാണ് കൊട്ടിയൂരിൽ ക്ഷേത്രത്തിലെ ഊരാളന്മാർ. പടിഞ്ഞാറ്റ നമ്പൂതിരി സ്വയംഭൂവിലെ രക്തപ്രവാഹം ശമിക്കുന്നതിനായി നടത്തിയ അഭിഷേകങ്ങളുടെ ആവർത്തനമായാണ് അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നീരഭിഷേകം, പാലഭിഷേകം, നെയ്യഭിഷേകം, ഇളനീരഭിഷേകം എന്നിവ ഇന്നും നടത്തപ്പെടുന്നു എന്നാണ് വിശ്വാസം. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാടത്ത്.